ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 19, ഒന്നാമത്തെ വായനാഭാഗം ദിനവൃത്താന്ത പുസ്തകം, ഒന്നാമത്തെ പുസ്തകം, അതിൻ്റെ 2-ാമത്തെ അധ്യായം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ അധ്യായത്തിൽ കണ്ട വംശാവലി അല്ലെങ്കിൽ ജീനിയോളജിയുടെ തുടർച്ച തന്നെയാണ് നമ്മളിവിടെ ഇന്ന് കാണുന്നത്. ഇസ്രായേലിൻ്റെ ഇസഹാക്കിൻ്റെ 2 പുത്രന്മാരായ യേശാവിൻ്റെ വംശപാരമ്പര്യം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇതിപ്പോൾ 2-ാമത്തെ പുത്രനായ യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന മകൻ്റെ വംശാവലിയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന് 12 മക്കളാണ്, ആൺമക്കളും ഒരു പെൺകുട്ടിയും മകളുമാണ് ഉണ്ടായിരുന്നത്. അതിൽ രൂബേന്, ശിമയോൻ, ലേവി, യഹൂദ, ഇസാഖാർ, സെബുലൂൻ, ദാൻ, ജോസഫ്, ബെന്യാമീൻ, നഫ്താലി, ഗാദ്, ആശേർ, അങ്ങനെ ആ 12 പേരുടെയും പേര് പറഞ്ഞാണ് ഒന്നാമത്തെയും 2-ാമത്തെയും വാക്യം ഇവിടെ ആരംഭിക്കുന്നത്. എന്നിട്ട് അതിൽ രണ്ടാമത്തെ പുത്രനായ യഹൂദായുടെ പുത്രന്മാരുടെ വിശദീകരണമാണ്, അല്ലെങ്കിൽ ആ ജീനിയോളജിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആദ്യം യഹൂദ ആദ്യജാതനായ ഏറാണ് ഒന്നാമത്തെ മകൻ. അദ്ദേഹം ദൈവത്തിന് അനിഷ്ടനായതുകൊണ്ട് ദൈവം അവനെ മരിപ്പിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് താമാർ പേരസിനെയും സേരഹിനെയും ജനിപ്പിച്ചതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ 2 മക്കളാണ് യഥാർത്ഥത്തിൽ ഈ യഹൂദായുടെ ഗോത്രത്തിൻ്റെ പ്രധാന ശില്പികളായിരിക്കുന്ന 2 പേർ. പിന്നെ താഴോട്ട് വേറെയും മക്കളെ സംബന്ധിച്ചും ബാക്കി തലമുറകളെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിൽ യഹൂദയുടെ പുത്രന്മാർ പേരസും ഹെസ്രോനും മാത്രമല്ല, കർമ്മി, ഹൂറ്, ശോബൽ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെയും ബാക്കിയുള്ള തലമുറകളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു തീരുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം. ഇതിൽ മിസ്രൈമനായ ഒരു ഭൃത്യൻ, ഒരു യർഹ എന്നാണ് അവൻ്റെ പേര്. അവന് ഇടയ്ക്ക് ഒരു തലമുറകളിൽ വന്നൊരാൾ, ശേഷ എന്ന് പറയുന്ന ആൾ, തൻ്റെ മകളെ തൻ്റെ ഭൃത്യനായ യർഹായിക്ക് ഭാര്യയായി കൊടുത്തു എന്നും അവിടെ അവൻ അദ്ധായിയെ പ്രസവിച്ചു. അദ്ധായി നാഥാനെ ജനിപ്പിച്ചു, നാഥാൻ സാബാദിനെ ജനിപ്പിച്ചു, സാബാദ് എഹ്ലാദിനെ ജനിപ്പിച്ചു. ഇങ്ങനെയാണ് എഫ്ലാൻ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് യഹൂവിനെ ജനിപ്പിച്ചു. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെയാണ് എൻ്റെ വംശാവലി വായിച്ചിട്ടുള്ളവർക്കറിയാം. 2 രീതിയിൽ വംശാവലി പറയും. മകനെ ജനിപ്പിച്ചു എന്ന് പറയും. അതുപോലെ തന്നെ അവൻ്റെ പിതാവ് എന്ന് പറഞ്ഞ് പുറകോട്ട് പോകുന്ന വംശാവലിയും നമ്മൾ വായിക്കുന്നു. ആ 2 വംശാവലിയും വായിക്കുന്നത്, വ്യത്യസ്തമായ 2 വംശാവലികൾ വായിക്കുന്നത്. ഒന്ന് നമ്മുടെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെ ഒരു വംശാവലിയും, എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ആദാമിലേക്ക് തിരികെ പിതാവിനെ പറഞ്ഞു പോകുന്ന ഒരു വംശാവലി. അങ്ങനെ 2 രീതിയിലും വംശാവലി നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ. ഇവിടെ പറയുന്നത് മകൻ ജനിപ്പിച്ചു, അങ്ങനെ ജനിപ്പിച്ചു, അദ്ദേഹം മറ്റേയാളിനെ ജനിപ്പിച്ചു, അയാൾ ഇന്നയാളിനെ ജനിപ്പിച്ചു, ഇയാൾ ഇന്നയാളിനെ ജനിപ്പിച്ച രീതിയിലുള്ള ഒരു വംശാവലി രീതിയാണ് ഈ ദിനവൃത്താന്തത്തിൽ കാണുന്നത്. അപ്പോൾ ഈ 2-ാമത്തെ അധ്യായം ഈ യഹൂദായുടെ പുത്രന്മാരെ സംബന്ധിച്ചുള്ള, തലമുറകളെ സംബന്ധിച്ചുള്ള വംശാവലിയാണ് ഈ 2-ാം അധ്യായത്തിൽ ഉള്ളത്. 2-ാമത്തെ വായനാഭാഗം എസ്കേൽ പ്രവചനം 15-ാം അധ്യായം. 15-ാമത്തെ അധ്യായത്തിൽ ആദ്യം ഒരു ചോദ്യമാണ്: മനുഷ്യപുത്ര, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളിക്ക് മറ്റു മരത്തേക്കാൾ എന്ത് വിശേഷതയുള്ളൂ? വല്ല പണിക്കും അതിന് കൊള്ളിപ്പാൻ തക്കവണ്ണം അതിൽ നിന്നൊരു മരം എടുക്കാമോ? വല്ല സാധനവും തൂക്കിയിട്ടേണ്ടതിന് അതുകൊണ്ടൊരു ആണി ഉണ്ടാക്കാമോ? അത് തീക്ക് ഇരയായി കൊടുക്കുന്നു. അത് തീക്ക് തീക്കിരയായി കൊടുക്കുന്നു. തീ അതിൻ്റെ 2 അറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ദൈവം പറയുന്ന ഈ ഒരു മറ്റ് വൃക്ഷങ്ങളുടെ നടുവിൽ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ നടുവിലിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ യെരുശലേമിനെ സംബന്ധിച്ച്, യെരുശലേം അല്ലെങ്കിൽ ഇസ്രായേലാണ് ഇവിടുത്തെ മുന്തിരിവള്ളി. അപ്പോൾ മുന്തിരിവള്ളി ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിൻ്റെ തടിയോ കാര്യങ്ങളോ ഒന്നും കൊള്ളില്ല. പക്ഷെ ദൈവം ശ്രേഷ്ഠമായ ഒരു ചെടിയായിട്ടാണ് മുന്തിരിവള്ളിയെ കാണുന്നത്.
അതിൽ നിന്നുള്ള ഫലം, മുന്തിരിയിൽ നിന്നെടുക്കുന്ന മുന്തിരി എന്ന് പറയുന്ന സാധനം, അതിൽ നിന്നെടുക്കുന്ന വീഞ്ഞ് ഒക്കെ ദൈവം ശ്രേഷ്ഠമായിട്ട് ലോകത്ത് വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ്. മൂല്യമുള്ള ഒരു ചെടിയാണ്. അതേ മൂല്യത്തിലാണ് ഈ ഇസ്രായേലിനെ അല്ലെങ്കിൽ യെരൂശലേമിലൊക്കെ ദൈവം കണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംഗതി ഇന്ന് തീക്കിരയായിരിക്കുകയാണ്, ഒരു ഉപയോഗം ഇല്ലാതായിരിക്കുകയാണ്, ആർക്കും ഒരു ഉപയോഗം ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഇവരെക്കുറിച്ച് പറയുന്ന അവർ തീയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നവരാണ്, എങ്കിലും അവർ തീക്കിരയായി തീരും, ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കുമ്പോൾ. അപ്പം ഈ മുന്തിരിവള്ളിക്ക് വളരെ ഒരു നല്ല പരിപാലനം, കാലാകാലങ്ങളിൽ അതിന് പരിപാലനം ചെയ്യണം, അതിനെ ചെത്തി മിനുക്കണം, അതിനെ വള്ളി പടർത്തി വിടേണ്ട കാര്യങ്ങൾ ഒരു നല്ല പരിപാലനം ആവശ്യമായൊരു ചെടിയാണ് മുന്തിരിവള്ളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ഇരിക്കേണ്ട ഒരു കൂട്ടമാണ് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ അല്ലെങ്കിൽ യെരൂശലേം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം മാറുമ്പോൾ, ഈ മുന്തിരിവള്ളിയിൽ നിന്ന് പരിപാലനം മാറുമ്പോൾ, മുന്തിരിവള്ളിക്ക് പിന്നെ അതിനകത്ത് ഒന്നുമില്ല, മുന്തിരിവള്ളി പാഴായി പോവുകയാണ്. എങ്ങനെയെങ്കിലും വളരട്ടെ എന്നും പറഞ്ഞ് അതിന് മുന്തിരിവള്ളി തള്ളിക്കളഞ്ഞാൽ മുന്തിരിക്കള്ളി നല്ല ഫലം കൊടുക്കില്ല, മുന്തിരിവള്ളി പാഴായി പോകുന്നൊരവസ്ഥയാണ്. അപ്പം ഇന്നും ദൈവത്തിൻ്റെ പരിപാലനത്തിലല്ലാത്ത ഈ ജനം, അവരിന്ന് മാത്രമല്ല ദൈവം അവർക്ക് എതിരായി നിൽക്കുകയാണ്. അവരെ അവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വിരോധമായി മുഖം തിരിക്കുമ്പോൾ ഞാൻ യഹോവയെ നിങ്ങൾ അറിയും, അവർ ദ്രോഹം ചെയ്യുക കൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കും എന്നും പറയാം. ദൈവം അവർക്ക് വിരോധമായിരിക്കാം. ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നിന്ന് മാറിപ്പോയിരിക്കണം. അപ്പം മുന്തിരിവള്ളി എങ്ങനെയാണോ പരിപാലനമില്ലാതെ നശിച്ചു പോകുന്നത്, ഫലം കൊടുക്കാതെ പോകുന്നത്, അതുപോലെ ഇന്ന് ദൈവം വിരോധമായിരിക്കുന്ന ഈ ജനം, ഇസ്രായേൽ ജനം, യെരൂശലേം എന്ന നഗരം, ദേവാലയം ഒക്കെ ഇന്ന് തീക്കിരയായിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ഉപമയാണ് മുന്തിരിവള്ളിയിലെ ഉപമയിലൂടെ ദൈവം ചുരുക്കം ചില വാക്യങ്ങൾ, വേറെ 8 വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. പക്ഷെ വലിയൊരു ആശയമാണ് അതിനകത്ത് നാം വായിച്ചെടുക്കുന്നത്. 3-ാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായമാണ്. അപ്പോൾ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് എപ്പോഴും കാണുന്നുണ്ടല്ലോ ശിഷ്യന്മാർ. അപ്പോൾ ഇത് കണ്ടിട്ട് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ പറഞ്ഞു. അങ്ങനെ യേശുക്രിസ്തു പഠിപ്പിച്ചൊരു പ്രാർത്ഥന ലോകം മുഴുവൻ അറിയാവുന്നൊരു പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധമാക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ദിനംപ്രതി തരണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു അതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്ങളിൽ ഞങ്ങളെ വിടുവിക്കണമേ. ഇതാണ് ക്രിസ്തു പഠിപ്പിക്കുന്ന പ്രാർത്ഥന. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമെന്നാണ്. അപ്പോൾ അതാണ് അതിനകത്തൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന. ബാക്കിയൊക്കെ പ്രാർത്ഥന തന്നെയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ മറ്റൊരാളോട് ക്ഷമിക്കുന്നത് പോലെ അങ്ങ് എന്നോട് ക്ഷമിക്കണമേ. അപ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കണമെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, അതും ഓർക്കണം, ശ്രദ്ധിക്കണം. നമുക്ക് ദൈവത്തിൻ്റെ ക്ഷമ ലഭിക്കണമെങ്കിൽ നമ്മൾ മനുഷ്യരോട് അവരുടെ പിഴകൾ, അവർ നമ്മളോട് ചെയ്ത തെറ്റുകൾ അവരോട് ക്ഷമിക്കാൻ നമുക്ക് തയ്യാറാകണം. അത് പറ്റില്ലല്ലോ, അത് പറ്റാത്തതാണ്. അവരാണ് മിക്കവാറും എന്നോട് അങ്ങനെ ചെയ്തു, എന്നോടങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഞാൻ മരിച്ചാലും അത് ഞാൻ ക്ഷമിക്കുകയില്ല എന്ന് പറയുന്ന പലതും നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയുള്ളവരോട് ദൈവം ക്ഷമിക്കുകയില്ല എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. എന്നിട്ട് ക്രിസ്തു പറയുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കണം, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ സ്നേഹിതൻ എനിക്ക് 3 അപ്പം തരണം. പക്ഷേ അയാൾക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല, കാരണം അയാൾ കഥ അടച്ചു കിടന്നു, കുഞ്ഞുങ്ങളും ഒക്കെ കൂടെ കിടക്കുന്നു, അതുകൊണ്ട് എനിക്ക് തരാൻ എഴുന്നേറ്റ് വരാൻ വഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിരന്തരം അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പം അവസാനം ഗതി കെട്ടിട്ട് അയാൾ എഴുന്നേറ്റ് വന്ന് ഈ ആവശ്യക്കാരൻ്റെ, ഈ സഹോദരൻ്റെ, അയൽപക്കക്കാരൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്നു. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ കാര്യവും. ക്രിസ്തു അവിടെ പറയുന്നത്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്നവൻ ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ എന്നിട്ട് പറയാൻ, ഒരു അപ്പനോട് മക്കൾ അപ്പം ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ, തേളിനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, കല്ല് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അപ്പം അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെയല്ല. ഈ ദോഷികളായ മനുഷ്യരായ അപ്പന്മാർ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അത് ചെയ്യുന്നുവെങ്കിൽ, അത് അറിയുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകുമെന്നാണ്. വേറൊരു ഭാഗത്ത് പറയുന്ന നന്മ എത്ര അധികം കൊടുക്കുമെന്നാണ്. അപ്പം ഇത് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭൗതികമായ യാചനയുടെയും അന്വേഷണത്തിൻ്റെയും ഒക്കെ കാര്യമായിട്ട് പലരും ഈ വാക്യത്തെ കാണാറുണ്ട്. ഇല്ല എന്ന് ഞാൻ അതിനകത്ത് പറയുന്നില്ല. പക്ഷേ ദൈവികമായ അന്വേഷണത്തെക്കുറിച്ചും ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള മുട്ടുകയും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ ശക്തി നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വിശുദ്ധമായ ഒരു വഴിയിൽ നടക്കാനൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അപ്പം അത് വളരെ പ്രധാനമായി. ഇതെല്ലാം ലഭിച്ചിട്ട് അതെവിടെ പറയുന്നുണ്ട്, ഇത് ഇന്നത്തെ വായന തന്നെ ആണെന്ന് തോന്നുന്നു. എല്ലാം തന്നിട്ടും എല്ലാം നമുക്ക് ലഭിച്ചിട്ടും നമുക്ക് നമ്മുടെ ജീവനെ നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായ ദൈവിക അനുഗ്രഹം ലഭിക്കാതെ പോയാൽ പിന്നെ എന്ത് ഉപയോഗം? അതാണ് അതിനെ സംബന്ധിച്ച്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഒരു വാക്യം, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. അപ്പോൾ എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അപ്പം അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ വേറൊരു കാര്യം നടക്കുന്നത്, ഒരു സ്ത്രീ ഉച്ചത്തിൽ ഉച്ചത്തിൽ പറയുകയാണ്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ നിന്നെ പ്രസവിച്ച നിൻ്റെ അമ്മ ഭാഗ്യമുള്ളവൾ തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തു മറുപടി പറയുന്നത്, അല്ല, ദൈവവചനം കേട്ട് പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് കൃത്യമായി തന്നെ യേശുവിടെ മറുപടി പറയുന്നുണ്ട്. അപ്പം ജനം കൂടിയപ്പോൾ യേശുക്രിസ്തു പറയുന്നൊരു കാര്യം, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു, അതുകൊണ്ട് ഒരു അടയാളം അന്വേഷിക്കുക. അതിനിടയ്ക്ക് അടയാളം വേണമെന്നൊക്കെ പറയുന്ന ഭാഗം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ അടയാളം തരണമെന്ന്. യോനയുടെ അടയാളമല്ലാതെ അതിനൊരു അടയാളം കൊടുക്കുകയില്ല. യോന നിനവേക്കാർക്ക് ആയതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും ആകും. യോനയുടെ അടയാളം എന്താണ്? യോനയുടെ അടയാളം എന്ന് പറയുന്നത്, യോന ആ മഹാമത്സ്യത്തിൻ്റെ ഉള്ളിൽ 3 ദിവസത്തോളമായിരിക്കുകയും മരണം കൂടാതെ ജീവനോടെ പുറത്ത് വരികയും ചെയ്തു. ഇതാണ് അടയാളം. ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് ഈ അടയാളം മാത്രമേ ഉള്ളൂ. ആ അടയാളം എന്ന് പറഞ്ഞ് യേശുക്രിസ്തുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ മരിച്ചു അടക്കപ്പെട്ട് ഭൂമിക്കടിയിൽ ആയി 3 ദിവസം തികയുന്നതിന് മുമ്പ് യോന മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്ന പോലെ ഭൂമിക്കുള്ളിൽ നിന്ന് യേശുവും പുറത്തേക്ക് ജീവനോടുകൂടെ വന്നു. ഇതാണ് അടയാളം. അപ്പോൾ ഈ അടയാളം കാണാനിരിക്കുന്ന കുറേ ആൾക്കാർ ഇനി ഈ ഭൂമിയിലുണ്ട്. അതാണ് ആ കാലഘട്ടത്തിലെ യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ അവർക്ക് യേശുക്രിസ്തു പറഞ്ഞ യോനയുടെ അടയാളം എന്തെന്ന് അവർക്ക് അന്ന് മനസ്സിലാവും. പിന്നെ തെക്കേ രാജ്ഞിയുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. സെബാ രാജ്ഞി ശലോമോൻ്റെ ജ്ഞാനം അന്വേഷിപ്പാൻ ഭൂമിയുടെ അറുതിയിൽ നിന്ന് അറ്റത്ത് നിന്ന്, അതായത് ഭൂമിയുടെ അറ്റം എന്ന് പറഞ്ഞാൽ അത് ആ പ്രദേശത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റമാണ്, തെക്കേ രാജ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കടലാണ്. അപ്പോൾ നിനവേക്കാർ യോന പറഞ്ഞത് പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇവിടെ. എന്നിട്ട് ഇതാ ഇവിടെ യോനയിലും വലിയവൻ. മുമ്പ് നമ്മൾ വായിച്ച, വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയും കീഴിലോ വെക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ എത്ര വെക്കുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും. ദോഷമുള്ളതായാൽ ശരീരവും ഇരുട്ടുള്ളതായി മാറും. ആകയാൽ നിന്നുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ സൂക്ഷിക്കുക എന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പരീശനായ ഒരുത്തൻ ആഹാരം കഴിക്കാനായിട്ട് ക്ഷണിക്കുന്നു. കർത്താവ് അവരുടെ കൂടെ പോകുന്നു. അപ്പോൾ കുളിച്ചിട്ടില്ല എന്നുള്ളതാണ്, കുളിക്കാതെ വന്ന് ആഹാരം കഴിച്ചു എന്നുള്ളതാണ് അവിടെ കാണുന്നൊരു കുറ്റം പരീശൻ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട്, മൂഢന്മാരെ എന്താണിത്, പരീശന്മാരായ നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. മൂഢന്മാരെ പുറം ഉണ്ടാക്കിയവൻ അല്ലയോ അകവും ഉണ്ടാക്കിയത്. അകത്തുള്ളത് വിഷയായി കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകും. എന്നിട്ട് പറയാണ്, പരീശന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ തുളസിയിലും അരുതയിലും എല്ലാ ചീരയിലും പതാരം കൊടുക്കുന്നു, ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുകയും ചെയ്യുന്നു. ഇത് ചെയ്യുകയും അത് ത്യജിക്കാതിരിക്കുകയും വേണം.
വീണ്ടും പരീശന്മാരെക്കുറിച്ച്, പരീശന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾക്കത് പ്രിയമാകുന്നു. അയ്യോ നിങ്ങൾ കഷ്ടം, നിങ്ങൾ കാണാൻ കഴിയാത്ത കല്ലറകളെ പോലെയാകുന്നു. അവയുടെ മീതെ നടക്കുന്ന മനുഷ്യർ അറിയുന്നില്ല അകടിയിൽ കല്ലറയാണെന്നും അവിടെയിൽ പുഴുക്കളാൽ അരിക്കപ്പെട്ട് ഉള്ള ശവങ്ങളാണ് അകത്തുള്ളതെന്ന് അവരറിയുന്നില്ല. അതിൻ്റെ മേളിൽ കൂടെ നടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ആ കല്ലറകളോട് നിങ്ങൾ ഒക്കുന്നു എന്നാണ്. ഇത് കേട്ടിട്ട് ന്യായശാസ്ത്രിമാരിൽ ഒരുത്തനൊക്കെ യേശുവിനോട് പറയാണ്, ഗുരു ഇങ്ങനെ പറയുന്നതിനാൽ നീ ഞങ്ങളെയും അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയും. അത് ഞാൻ പറഞ്ഞു, ന്യായശാസ്ത്രിമാരെ നിങ്ങൾക്കും അയ്യോ കഷ്ടം, നിങ്ങൾക്കും കഷ്ടം. നിങ്ങൾ എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുന്നു, നിങ്ങൾ ഒരു വിരൽ കൊണ്ടുപോലും നിങ്ങൾ ആ ചുമടുകളെ തൊടുന്നില്ല. നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിയുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ അവരെ കൊന്നു, അതിനാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷികളായിരിക്കും സമ്മതിക്കുന്നു. എന്നിട്ട് അവർ അവരെ കൊന്നു, നിങ്ങൾ അവരുടെ കല്ലറകളെ പണിയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം പറയുന്നത്, ഞാൻ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അവരുടെ അടുക്കൽ അയക്കുന്നു, അവരിൽ ചിലരെ അവർ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യും. എന്നിട്ട് പറയാണ്, ഹാബേലിൻ്റെ രക്തം തുടങ്ങി സെഖരിയാവിൻ്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ തലമുറയോട്, നമ്മൾ ഉൾപ്പെടുന്ന ഈ തലമുറയോട് ചോദിപ്പാൻ ഇടവരും എന്ന് തന്നെയാണ് ക്രിസ്തുവോടെ പറയുന്നത്. ഈ തലമുറയോട് അത് ചോദിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശാസ്ത്രിമാരെ നിങ്ങളോട് വിട്ടു, അയ്യോ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളയുന്നു, നിങ്ങൾ തന്നെ അതിൽ കടക്കുന്നവരെ അത് കടക്കാൻ അനുവദിക്കുന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ആദ്യം വായിച്ചു കൊടുക്കുമ്പം തൊട്ട് ഇനി 12-ാമത്തെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ തുടർച്ചയാണല്ലോ. അപ്പോൾ അവിടെയൊക്കെയും ഈ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നവരെയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും ഒക്കെ തല്ലാനും കൊല്ലാനും ഒക്കെ ആഗ്രഹിച്ചും അതിനുള്ള തക്കം പാർത്തും നടക്കുന്ന ആൾക്കാരാണ് അവർ. ശാസ്ത്രിമാരും പരീശന്മാരും അവനെ അത്യന്തം വിഷമിപ്പാനും അവൻ്റെ വായിൽ നിന്ന് വല്ലതും പിടിക്കാമോ എന്ന് വെച്ച് അവനായി പതിയിരുന്നുകൊണ്ട് പലതിനെയും കുറിച്ച് കുടുക്ക് ചോദിപ്പാനും തുടങ്ങിയെന്നാണ് നമ്മൾ വായിക്കുന്നത് ഈ 11-ാം അധ്യായത്തിൻ്റെ അവസാനം. അപ്പോൾ എങ്ങനെയെങ്കിലും അവനൊന്ന് കൊടുക്കണം, ദൈവത്തിനെതിരെ ഉള്ള കാര്യം അവൻ്റെ വായിൽ നിന്ന് തന്നെ വന്നിട്ട് ഈ കാര്യം പറഞ്ഞ് അവനെ കുറ്റം ചുമത്തുവാനും അതുവഴി ശിക്ഷിക്കാനും പറ്റുമെങ്കിൽ കൊന്നുകളയുവാനും തന്നെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഈ ആശാന്മാർ അന്വേഷിക്കാൻ നടക്കുകയാണ്. കാരണം അവരെക്കുറിച്ചാണല്ലോ കുറ്റം പറഞ്ഞത്. അപ്പോൾ അവർക്ക് യേശുവിനോട് ദേഷ്യവും യേശുവിനോട് അസൂയയും ഒക്കെ വളരെ പഠിച്ച വിദ്വാൻമാരും ഒക്കെയാണ്. അതിനേക്കാളും വലിയ വലിയ ദൈവിക കാര്യങ്ങൾ പ്രസ്താവിക്കുന്ന യേശുവിനോട് അസൂയ ഉണ്ടായി എന്നുള്ളതാണ്. അതിന് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടല്ല യേശുക്രിസ്തു നിൽക്കുന്നത്. പരീശന്മാരും ശാസ്ത്രിമാരും അല്ലെങ്കിൽ സദൂക്യരും ന്യായപ്രമാണികന്മാരും ന്യായശാസ്ത്രിമാരും ഒക്കെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, ഒരു അധികാര സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിന് പുറത്തു നിന്ന് ഒരുത്തൻ ഈ ഉപദേശങ്ങൾ കൊടുക്കുകയും ദൈവ ഉപദേശങ്ങൾ കൊടുക്കുകയും അവൻ്റെ പുറകെ മനുഷ്യരെല്ലാം പോവുകയും അവൻ തന്നെ ഈ പറഞ്ഞ അധികാര ശ്രേണിയിലുള്ള ആൾക്കാരെ തിരിച്ച് വിധിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പൊതുവെ ഉണ്ടാകുന്ന കോപം, അസൂയ ഒക്കെ ഇവർക്കും ഉണ്ട്. അവരതുകൊണ്ട് തന്നെ യേശുവിനെ മാത്രമല്ല കൂടെ നടക്കുന്നവനെയും കിട്ടിയാൽ ശരിയാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് നമുക്ക് ഈ പുസ്തകങ്ങളിലൊക്കെയും കാണാൻ കഴിയും. താങ്ക് യു. ഒരു ദിവസവും കൂടെ നമുക്ക് ഇങ്ങനെ കൂടുവാൻ തന്ന അവസരം തന്ന ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. ഇത് എല്ലാം നമ്മൾ മുന്നോട്ടുള്ള ഇവിടെ നമ്മൾ ഇന്ന് പ്രസ്താവിച്ചതുപോലെ തന്നെ എല്ലാ ധനവും ഒക്കെ ഉണ്ടെങ്കിലും ഈ ദൈവിക കാര്യങ്ങളിൽ നമുക്ക് അറിവില്ലായ്മയും അങ്ങനെ ആയിരുന്നാൽ നമുക്ക് ദൈവത്തിന് ഒന്നും ചെയ്യാനൊക്കില്ല. അപ്പോൾ ദൈവകാര്യത്തെ സംബന്ധിച്ച് ദൈവകാര്യങ്ങളിൽ തന്നെ സമ്പന്നനാകുന്നതാണ്. ഇപ്പം 12-ാം അധ്യായത്തിൽ അത് നമ്മൾ പറയുന്നുണ്ട്, ദൈവകാര്യം സംബന്ധിച്ച് സമ്പന്നനാകുന്നതിനെ സംബന്ധിച്ച്. അപ്പം അങ്ങനെ സമ്പന്നനാകാൻ നമുക്ക് കഴിയട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രസ്താവിച്ച പോലെ നമ്മളെല്ലാവരും നീതിമാന്മാരാകണമെങ്കിൽ ജീവനുള്ള ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ജീവനുള്ള ദൈവത്തെ അറിയുന്നുണ്ടോ എന്നുള്ളത്. അപ്പം അങ്ങനെ അറിയുന്നവരാണ് നീതിമാൻ്റെ ആദ്യത്തെ പടി, ആദ്യത്തെ ഘട്ടം. അങ്ങനെ ജീവനുള്ള ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ച എനിക്കും താങ്കൾക്കും ദൈവത്തിൻ്റെ വലിയ നന്മകൾ നമുക്കെല്ലാവർക്കും തരുവാനിടയാകട്ടെ. ഇനി നമ്മൾ ഓരോരുത്തരിലൂടെയും മറ്റ് പലരിലേക്കും ദൈവിക സത്യങ്ങളെ അറിയാൻ നമ്മളിടയാക്കുമ്പോൾ അവർക്കും ഈ ഭാഗ്യപദവിയിലേക്ക് വരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി.